അധികാരത്തോടുള്ള മോഹം ചെറുപ്പമായിക്കൊണ്ടേയിരിക്കും. അധികാരത്തോടുള്ള മോഹം ചെറുപ്പമായിക്കൊണ്ടേയിരിക്കും. പണത്തിനോടുള്ള മോഹവും ചെറുപ്പമായിക്കൊണ്ടേയിരിക്കും. പ്രായം കൂടുന്തോറും മനുഷ്യരൊക്കെ പറയുമ്പോൾ പറയാറുണ്ട്, എന്താ പറയാ, ഇനി നമ്മളൊക്കെ കാലം കഴിഞ്ഞല്ലോ, ഇനി നമുക്ക് എന്താണ് പൈസയുടെ ആവശ്യം, ഇനി നമുക്ക് എന്താണ് നാം അധികാരത്തിൻ്റെ ആവശ്യം, അല്ലെങ്കിൽ പ്രായമൊക്കെ കഴിഞ്ഞിടേ, നമുക്ക് പ്രായമൊക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും എനിക്ക് പ്രായമൊക്കെ ആയി അതുകൊണ്ട് ഇനി പണത്തിൻ്റെ ആവശ്യമില്ല, അധികാരത്തിൻ്റെ ആവശ്യമില്ല, ഞാനിതാ റിട്ടയർഡ് ആവുകയാണ് എന്ന് പറഞ്ഞ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ടാവും? അങ്ങനെ ഉണ്ടാവില്ല. പൊതുവെയൊക്കെ പറയുമ്പോൾ പറയാമെന്നല്ലാതെ എന്ത് ചെയ്യാനാണ്? 70 വയസ്സായി, എനിക്ക് താല്പര്യമുണ്ടായിട്ട് ജനങ്ങൾ ഇപ്പോഴും യൂത്ത് വിങ്ങിൻ്റെ നേതാവായിട്ട് എന്നെ തന്നെ വെച്ചിരിക്കുന്നത്. എന്നാ സ്ഥാനം മാറി യുവാക്കൾക്ക് കൊടുക്കല്ല. യൂത്ത് വിങ്ങിന്റെ നേതാവ് 70 വയസ്സുള്ള കളവൻ, ആ അധികാരമെങ്കിലും ഇരിക്കട്ടെ എന്ന്. അത് കളയാൻ താല്പര്യമില്ല. ചില ആൾക്കാരൊക്കെ മരിക്കുമ്പോൾ പത്രത്തിൽ വാർത്ത വരും. ആ വാർത്തയുടെ അടിയിൽ അയാൾ നിലവിൽ കൈകാര്യം ചെയ്യുന്ന സ്ഥാനങ്ങളുടെ എണ്ണം ഇങ്ങനെ ഉണ്ടാവും. അയാൾ ജില്ലയുടെ, താലൂക്കിൻ്റെ, അത് കണക്കിന് സംസ്ഥാനത്തിൻ്റെ, അതിൻ്റെ വൈസ് പ്രസിഡന്റ്, ഇതിൻ്റെ സെക്രട്ടറി, ഇതിൻ്റെ ജോയിന്റ് സെക്രട്ടറി, ഇതിൻ്റെ ട്രഷറർ, അങ്ങ് താലൂക്ക് അല്ലെങ്കിൽ താഴെ തട്ടിൽ വാർഡ് തലത്തിൽ തുടങ്ങിയിട്ട് സ്റ്റേറ്റ് വരെയുള്ള അധികാരങ്ങൾ 80 വയസ്സുള്ളവൻ മരിക്കുമ്പോൾ അവൻ്റെ കയ്യിലുണ്ടാവും. അപ്പൊ ഇവിടെ ഈ അധികാരം, അത്രയും അധികാരം കയ്യിൽ വെക്കുമ്പോഴും ഒന്നും ചെയ്യാൻ കഴിയാതെ വീട്ടിനകത്തിരിക്കേണ്ട ആ പ്രായത്തിൽ പോലും അധികാരം വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്ത ഒരു മോഹമുണ്ടല്ലോ അധികാരത്തോട് ഒരു മനുഷ്യനുള്ളത്. അത് സമൂഹത്തിൽ പൊതുവിൽ ജനങ്ങൾക്കിടയിലുള്ള ഒരു പൊതുവായ സാഹചര്യമാണ് എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ അപകടമുള്ളൊരു സാഹചര്യവുമാണ്. ലോകത്ത് ഏറ്റവും വലിയ അപകടങ്ങൾ നടക്കുന്നത്, ഏറ്റവും വലിയ കൂട്ടക്കുരുതകളും കലാപങ്ങളും സ്ഫോടനങ്ങളും നടക്കുന്നത് എന്തുകൊണ്ടെന്നറിയുമോ? മതങ്ങളുടെ സംഘടനമല്ല. അങ്ങനെ മനുഷ്യൻ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഈ മതങ്ങളാണ് അപകടം. മതത്തിന്റെ പേരിലാണ് കലാപങ്ങൾ, മതത്തിന്റെ പേരിലാണ് സ്ഫോടനങ്ങൾ, മതത്തിന്റെ പേരിലാണ് ഭീകരവാദങ്ങളും തീവ്രവാദങ്ങളും. അല്ല, മതങ്ങളെയും മനുഷ്യരെയും തമ്മിലെടുപ്പിക്കുമ്പോൾ നേട്ടമുണ്ടാക്കുന്ന കുറുക്കൻ അധികാരികളാണ് എന്നുള്ളതാണ്. ഈ ഇലക്ഷൻ വരുമ്പോഴൊക്കെ ഒരു സ്ഫോടനം ഉണ്ടാവണം, ഇലക്ഷന് മുമ്പ് ഒരു പൊട്ടിത്തെറി ഉണ്ടാകണം. അങ്ങനെ അധികാര വർഗങ്ങളുടെ ഭീഷണിയാകുമ്പോൾ, അധികാരങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ചില ആൾക്കാരുടെ പ്രതിച്ഛായകൾ നഷ്ടപ്പെടുമ്പോൾ ഒരു സ്ഫോടനമോ കലാപമോ ഉണ്ടാക്കിയിട്ട് ആ വാർത്തയുടെ വഴിതെറ്റിച്ചുവിടാനും അതിലൂടെ പ്രതിച്ഛായ വീണ്ടെടുക്കാനും അധികാരം നിലനിർത്താനും മനുഷ്യൻ അങ്ങേയറ്റം വരെ പോകും. അധികാരത്തിന് വേണ്ടിയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പാവപ്പെട്ട ജനങ്ങൾ കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ വ്യക്തികൾക്ക് അധികാരങ്ങൾ നിലനിൽക്കാൻ വേണ്ടിയിട്ട്. അതാ റസൂല് പറഞ്ഞത്, രണ്ട് ചെന്നായ്ക്കൾ നല്ല വിശന്ന ചെന്നായ്ക്കളാ. കഴിച്ചിട്ട് ആഹാരം കഴിച്ച് കുറെ നേരമായിട്ടുണ്ട്. നല്ല വിശന്ന് കഠിനമായി വിശപ്പോടെ നിൽക്കുന്ന 2 ചെന്നായ്ക്കളെ ഒരു ആട്ടിൻ പറ്റത്തിലേക്ക് അഴിച്ചു വിട്ടുകൊടുത്താൽ ഈ ആട്ടിൻ പറ്റത്തിന് ഈ 2 ചെന്നായ്ക്കൾ ഉണ്ടാക്കുന്ന നാശത്തെക്കാൾ അപകടകരമായ നാശമാണ് ഒരു മനുഷ്യന് പണത്തിനോടും അധികാരത്തിനോടുമുള്ള മോഹം ഉണ്ടാക്കുന്നത് എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആട്ടിൻ പറ്റത്തിനുണ്ടാക്കുന്ന അപകടത്തെക്കാൾ